Welcome to Karki's Stories. പ്രിയ പ്രണയിനി ഭാഗം 56. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. ഒരു പ്രാവശ്യം വിളിച്ചിട്ടും ദേവനെ കിട്ടാതെ വന്നതോടെ അക്ഷമനായ വിശ്വൻ വീണ്ടും ദേവന്റെ നമ്പറിലേക്ക് വിളിക്കുകയായിരുന്നു. ഫോൺ ചെവിയോട് ചേർത്ത് വെച്ച് മറുതലയ്ക്കൽ മണി മുഴങ്ങുന്നതും കേട്ട് അവനിരുന്നു. തൊട്ടു മുന്നിലൊരു കസേരയിൽ കിച്ചൂട്ടൻ വലിയ ഗൗരവത്തിലാണ്. മുന്നിലിരിക്കുന്ന ഐസ്ക്രീം കപ്പിൽ നിന്നും കുഞ്ഞു സ്പൂൺ കൊണ്ട് കോരിയെടുത്ത് വായ നിറച്ച് കഴിക്കുകയാണ് കക്ഷി. പകുതി വായിലേക്കും ബാക്കി പകുതി ചുണ്ടത്തും കവിളിലും ഒക്കെയായി ആകെ അലങ്കോലമായിട്ടുണ്ട്. മെല്ലെ കഴിക്കട കിച്ചൂട്ട. വിശ്വൻ കയ്യിലിരുന്ന ടിഷ്യൂ പേപ്പർ കൊണ്ട് അവന്റെ കവിളിലും മൂക്കിലും പറ്റിപ്പിടിച്ച ഐസ്ക്രീം തുടച്ചു കൊടുത്തു. അതിനിടയിലും അവന്റെ ശ്രദ്ധ മുഴുവൻ ഫോണിലായിരുന്നു. നേരത്തെ വീട്ടിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങിയ വിശ്വനെ വിടാതെ കാലിൽ കെട്ടിപ്പിടിച്ച് കിച്ചൂട്ടൻ നിർത്താതെ കരഞ്ഞപ്പോഴാണ് ഐസ്ക്രീം വാങ്ങിത്തരാമെന്ന വാഗ്ദാനം വിശ്വൻ മുന്നോട്ട് വച്ചത്. അത് കേട്ട പാടെ കരച്ചിലങ്ങ് നിർത്തി കണ്ണീരും തുടച്ച് അവൻ ചാടി വിശ്വന്റെ തോളിലേക്ക് കയറി. പോരാത്തതിന് അന്തം വിട്ടു നിൽക്കുന്ന അമ്മയ്ക്ക് ഒരു ടാറ്റയും കൊടുത്തിട്ടാണ് ആശാൻ പോന്നത്. ഇപ്പോൾ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാലും അവൻ പിടിവിടുമോ എന്നൊരു സംശയം വിശ്വന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഒരു സഹായത്തിനെന്നോണം അവൻ ദേവനെ വിളിച്ചത്. അത് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിളിച്ചു പറഞ്ഞൊരു കാര്യം ദേവനുമായി പങ്കുവെക്കേണ്ട ആവശ്യവും ഉണ്ടായിരുന്നു. രണ്ടാമത്തെ റിങ് തീരും മുന്നേ അങ്ങേ തലക്കൽ ദേവൻ കോളെടുത്തു. ഹലോ. ദേവന്റെ ശബ്ദം കേട്ടതും വിശ്വൻ ആശ്വാസത്തോടെ കസേരയിലേക്ക് ചാരിയിരുന്നു. എടാ, ഒരു പ്രശ്നമുണ്ട്. വിശ്വന്റെ ശബ്ദത്തിലെ പരിഭ്രമം കേട്ടതും ദേവൻ ജാഗ്രതയായി. എന്താടാ, എന്തുപറ്റി? ദേവന്റെ സ്വരത്തിൽ ആശങ്ക തിരിച്ചറിഞ്ഞതോടെ വിശ്വൻ സ്വരം അല്പം മയപ്പെടുത്തി. ഏയ്, പേടിക്കാനൊന്നുള്ള കാര്യമൊന്നുമില്ലടാ. പക്ഷെ നമ്മുടെ കിച്ചൂട്ടൻ ആള് വലിയൊരു ഭാരമണതേക്കുവാ. അതേടാ, അവൻ എന്നെ വിടുന്നില്ലെന്നേ. യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നോക്കിയപ്പോ ഉടുമ്പ് പിടിക്കുന്ന മാതിരിയാ എന്റെ കാലി കെട്ടിപ്പിടിച്ച് ഒരേ കരച്ചില്. വിശ്വൻ ദയനീയമായിട്ട് പറഞ്ഞു. ഇപ്പൊ ഞാൻ പെട്ടിരിക്കുക. എന്നിട്ട് നീ എന്ത് ചെയ്തു? അത് ചോദിക്കുമ്പോ ദേവന് ചിരി പൊട്ടാതിരിക്കാൻ പാടുപെടേണ്ടി വന്നു. എന്ത് ചെയ്യാൻ? അവനെ എങ്ങനെയെങ്കിലും ഒന്ന് സമാധാനിപ്പിക്കാൻ ഐസ്ക്രീം വാങ്ങിത്തരാമെന്നും പറഞ്ഞ് ഞാൻ ഇവിടെയുള്ളൊരു കടയിലേക്ക് കൊണ്ടുവന്നേക്കുക. പക്ഷെ അവന്റെ ഇരിപ്പും നോട്ടവും കണ്ടിട്ട് ഈ ഐസ്ക്രീം തീർന്നാലും അവൻ വിടുന്ന ലക്ഷണമില്ല. എനിക്കന്ന് ഇന്ന് വൈകുന്നേരത്തിന് മുന്നേ തിരുവനന്തപുരത്ത് എത്തുകയും വേണം. അങ്ങനെയാ സ്നേഹമുള്ള പിള്ളേര്. ദേവൻ ചിരിയോടെ പറഞ്ഞു. പുതിയ അച്ഛനെ കിട്ടിയതല്ലേ, വിട്ടുകളയാൻ അവന് പേടിയാവും. പൊന്നു മോനെ, നീ തിളക്കല്ലേ. എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാ പറയും. നീ ഒരു കാര്യം ചെയ്യ്, കുറച്ച് ടോയ്സ് ഒക്കെ വാങ്ങിക്കൊടുത്തിട്ട് അവനെ കൊണ്ടുപോയി വീട്ടിലാക്ക്. എന്നിട്ട് പോയിട്ട് വരുമ്പോ അതിനേക്കാൾ വലിയ ടോയ്സ് ഒക്കെ വാങ്ങിക്കൊണ്ടുവരാന്ന് അവനോട് പറയും. പിള്ളേരല്ലേ, വീണോളും. എടാ, നിന്റെ പോലീസ് ബുദ്ധിയൊന്നും ഇവനോട് പറ്റില്ല മോനെ. ഞാൻ വാങ്ങിക്കൊടുത്ത ടോയ്സ് മുഴുവൻ വലിച്ചെറിഞ്ഞിട്ടാ ഇവനിപ്പോ എന്റെ തോളെ തൂങ്ങി പോന്നേക്കുന്നേ. ഇവൻ ആള് വേറെ ലെവലാ മോനെ. എന്നാ പിന്നെ നീ അവനെയും കൊണ്ട് തിരുവനന്തപുരത്തേക്ക് പോ, അല്ലാതെ എന്ത് ചെയ്യാൻ? എടാവെ, തിരുവനന്തപുരത്ത് എത്തിക്കഴിയുമ്പോ അവൻ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് ഓടണ്ടേ? ഈ എനിക്ക് ഭ്രാന്തെടുക്കുക. കുടുംബ ജീവിതമായാലേ ഇങ്ങനെയൊക്കെയാണ് സാറേ. ഇതൊക്കെ അങ്ങ് ശീലിച്ചോ? എന്റെ അമ്മയപ്പ കൈ കിട്ടിയിരുന്നെങ്കിലുണ്ടല്ലോ. അതും പറഞ്ഞ് ദേഷ്യത്തിൽ വിശ്വൻ മേശയിലൊന്ന് ആഞ്ഞടിച്ചു. ഐസ്ക്രീം ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്ന കിച്ചൂട്ടൻ ആ ശബ്ദം കേട്ട് ഞെട്ടി കുഞ്ഞു കണ്ണുകൾ മിഴിച്ച് വിശ്വനെ നോക്കി. വിശ്വൻ പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് കിച്ചൂട്ടന്റെ കവിളിൽ തട്ടി. ഏയ്, ഒന്നുമില്ല, മോൻ കഴിച്ചോട്ടോ. ഒരു ഈച്ച, അതിനെ കൊന്നതാ. ആശ്വാസത്തോടെ ഐസ്ക്രീം നിറഞ്ഞിരിക്കുന്ന മോണ കാട്ടി ചിരിച്ചിട്ട് കിച്ചൂട്ടൻ വീണ്ടും തീറ്റ തുടർന്നു. വിശ്വൻ വീണ്ടും ഫോണിലേക്ക് തിരിഞ്ഞു. എടാ, ചിരി നിർത്തിയിട്ട് മറ്റൊരു പ്രധാന കാര്യം കൂടി കേൾക്ക്. അതിനും കൂടി വേണ്ടിയാ ഞാൻ ഇപ്പൊ വിളിച്ചത്. എന്താടാ? വിശ്വന്റെ സ്വരം ഗൗരവപൂർണമായതോടെ കാര്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ദേവനും കാതുകൾ കൂർപ്പിച്ചു. CMന്റെ ഓഫീസിൽ നിന്നും എനിക്കൊരു കോൾ ഉണ്ടായിരുന്നു. നാളെ രാവിലെ തിരുവനന്തപുരത്ത് നിന്നും കുറച്ച് ഉദ്യോഗസ്ഥര് ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ടെന്ന്. എന്തിനടാ? ആ ആദിവാസികൾക്കുള്ള പുനരധിവാസത്തിന്റെ അപേക്ഷകളൊക്കെ പരിശോധിക്കാൻ. അന്ന് നമ്മൾ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാ വരുന്നത്. നീ സ്റ്റേഷനിൽ നിന്നും കുറച്ച് പോലീസുകാരെയും കൂട്ടി അവർക്കൊരു എസ്കോർട്ട് കൊടുക്കണം. അവരെ കാടിനകത്തേക്ക് കൊണ്ടുപോയി ആദിവാസികളുമായി സംസാരിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തിട്ട് തിരികെ സുരക്ഷിതരായി അവരെ ടൗണിലെ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിക്കണം. ഓക്കെ, അത് നിസ്സാരം, ഞാൻ ഏറ്റു. ദേവൻ ഉറപ്പു നൽകി. നീന്റെ മുന്നിലിരുന്ന് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ നോക്ക്. ദേവൻ വീണ്ടും വാരികയാണെന്ന് മനസ്സിലായതോടെ
വിശ്വന്റെ സ്വരം കടുത്തു. വെച്ചിട്ട് പോടാ പുല്ലേ. അങ്ങേ തലക്കൽ നിന്നും ഉയർന്ന ദേവന്റെ പൊട്ടിച്ചിരികൾ കേട്ടുകൊണ്ട് ഒരു ചെറു ചിരിയോടെ വിശ്വൻ കോൾ കട്ട് ചെയ്തു. എന്നിട്ട് മുന്നിലിരിക്കുന്ന തന്റെ കുഞ്ഞു പ്രശ്നത്തെ നോക്കി നെടുവീർപ്പിട്ടു. ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞ് ചുണ്ടുകളൊക്കെ നാക്കുകൊണ്ട് വടിക്കുകയാണ് കിച്ചൂട്ടൻ. പോകാം നമുക്ക്. അവൻ ചിരിയോടെ തലകുലുക്കി. ഇനി വേണോ? മേച്ചോ, വീട്ടിൽ പോയിട്ട് കഴിക്കാം. ആൾക്ക് വലിയ ഭാവഭേദമൊന്നുമില്ല, എന്തിനും തയ്യാറാ. വീട്ടിലുള്ളവർക്ക് കൂടി കഴിക്കാൻ പറ്റും വിധം ഒരു ഫാമിലി പാക്ക് കൂടി വാങ്ങിയിട്ടാണ് വിശ്വൻ കിച്ചുവിനെയും എടുത്തുകൊണ്ട് കാറിന്റെ അടുത്തേക്ക് നടന്നത്. വീട്ടിൽ ചെല്ലുമ്പോ ഇനി കിച്ചൂട്ടൻ കരയോ? ഇല്ല. അച്ഛ പോയിട്ടേ കുറെ ടോയ്സ് വാങ്ങിക്കൊണ്ടുവരാം. കിച്ചും വരാം. പണിയായല്ലോ. അച്ഛ ജോലിക്ക് പോയല്ലേ? ജോലിക്ക് പോയാലേ കാശ് കിട്ടൂ. കാശ് കിട്ടിയാലേ ഈ ടോയ്സ് ഒക്കെ വാങ്ങാൻ പറ്റൂ. ഐസ്ക്രീം? ഐസ്ക്രീമും വാങ്ങാൻ പറ്റൂ. അപ്പോ കിച്ചൂട്ടൻ വീട്ടിലിരുന്ന് ടോയ്സ് ഒക്കെ ആയിട്ട് കളിക്കുക കേട്ടോ. അച്ഛ ജോലിക്ക് പോയിട്ട് വരാം. കിച്ചും വരാം. അവൻ പതിവ് പല്ലവി തന്നെ പാടി. അതോടൊപ്പം കുഞ്ഞു ചുണ്ടുകൾ കൊണ്ട് വിശ്വന്റെ കവിളിൽ ഒരു ഉമ്മയും നൽകി. ഏത് നേരത്താണോ അമ്മയ്ക്കത് പറയാൻ തോന്നിയതെന്ന് ചിന്തിക്കുകയായിരുന്ന വിശ്വന്റെ മനസ്സിൽ അവന്റെ ആ ഉമ്മ വല്ലാത്തൊരു കൊള്ളക്കം സൃഷ്ടിച്ചു കളഞ്ഞു. ഒറ്റയ്ക്ക് നടക്കാനായിരുന്നു വിശ്വന് എപ്പോഴും ഇഷ്ടം. വിവാഹം, കുടുംബം, കുട്ടികൾ ഇതൊന്നും തന്റെ ലക്ഷ്യങ്ങളല്ലെന്നും ഒരു രാഷ്ട്രീയ പ്രവർത്തകന് അതൊക്കെ ബാധ്യതകളാണെന്നും വിശ്വസിച്ചിരുന്ന കരിങ്കല്ല് പോലെ ഉറച്ച മനസ്സുള്ളവൻ. രാഷ്ട്രീയത്തിന്റെ തീച്ചുളയിൽ ചവിട്ടി നിൽക്കുമ്പോഴും സ്വന്തം ജീവിതത്തിൽ ആരെയും കടത്തിവിടാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ ആ കരിങ്കലിനുള്ളിലും ഒരു നീരുറവ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് അവനെ ഓർമ്മിപ്പിച്ചത് കിച്ചൂട്ടന്റെ ആ ഉമ്മയായിരുന്നു. കിച്ചൂട്ടനെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ട് വീണ്ടും ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞ് അവനൊന്നുറങ്ങിയപ്പോഴാണ് വിശ്വൻ അവിടെ നിന്നും ഇറങ്ങാൻ സാധിച്ചത്. യാത്രയിലുടനീളം ഇനി എഴുന്നേൽക്കുമ്പോൾ അവൻ തന്നെ കാണാതെ കരയുമോ എന്നതായിരുന്നു വിശ്വന്റെ വേവലാതി. അവന്റെ കുഞ്ഞിക്കൈകൾ വിശ്വന്റെ വിരലുകളിൽ മുറുക്കെ പിടിച്ചപ്പോ വർഷങ്ങളായി പൂട്ടിയിട്ടിരുന്ന വിശ്വന്റെ ഹൃദയവാതിലുകൾ മലർക്കെ തുറക്കപ്പെടുകയായിരുന്നു. ടോയ്സിനു വേണ്ടി വാശി പിടിക്കാനും കാൽമുട്ടിൽ കെട്ടിപ്പിടിച്ച് കരയാനും കവിളിൽ മുഖമമർത്തി ഉമ്മ വെക്കുവാനും അവനൊരവകാശമുണ്ടെന്നുള്ള ആ കുഞ്ഞിന്റെ വിശ്വാസം അതായിരുന്നു വിശ്വനെ അടിമുടി മാറ്റിമറിച്ചത്. 1000 അണികൾക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന നേതാവിനെ ഒരു 3 വയസ്സുകാരൻ തന്റെ കുഞ്ഞു ചിരി കൊണ്ട് തോൽപ്പിച്ചു കളഞ്ഞു. അധികാരത്തിന്റെ ഗർവോ ആജ്ഞാശക്തിയോ ഒന്നുമില്ല. എന്നെ വിട്ടുപോകല്ലേ എന്ന ആ കുഞ്ഞു കണ്ണുകളിലെ നനവാണ് വിശ്വന്റെ ഉള്ളിലെ അച്ഛനെ ഉണർത്തിയത്. തന്റെ ഷർട്ടിൽ പറ്റിപ്പിടിച്ച അവന്റെ ഐസ്ക്രീമിന്റെ മധുരവും കവിളിൽ തങ്ങിയ കുഞ്ഞുമ്മയുടെ നനവും വിശ്വന് നൽകിയത് ഇതുവരെ അനുഭവിക്കാത്തൊരു നിർവൃതിയായിരുന്നു. ആർക്കും കീഴടങ്ങാത്ത വിശ്വൻ ആ കുസൃതി കുരുന്നിന്റെ സ്നേഹത്തിന് മുന്നിൽ ഒരു തടവുകാരനായി കഴിഞ്ഞിരുന്നു. സന്തോഷത്തോടെ ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറായ സ്നേഹം നിറഞ്ഞൊരു തടവുകാരൻ. അന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഭൂരിപക്ഷം പേരുടെയും അഭിപ്രായം വിശ്വനെ തന്നെ ആഭ്യന്തരമന്ത്രിയാക്കണം എന്നതായിരുന്നു. അഭിപ്രായം ഭൂരിപക്ഷത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രി മൗനം പാലിച്ചപ്പോ ചിലർ ഒഴികെ ബാക്കിയുള്ളവർ വിശ്വന് തന്നെ പിന്തുണ പ്രഖ്യാപിച്ചു. പാർട്ടിയുടെ തീരുമാനവും അതുതന്നെയായിരുന്നു. കാലാകാലങ്ങളായി പ്രായമായവർ ഏറ്റെടുത്തിരുന്ന ആഭ്യന്തരം തുടക്കക്കാരനായ ചെറുപ്പക്കാരന്റെ കയ്യിൽ ഭദ്രമാണെന്ന തിരിച്ചറിവ് മാത്രമായിരുന്നില്ല അതിനു പിന്നിൽ. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ക്രമസമാധാന രംഗത്ത് അവൻ നടത്തിയ പരിഷ്കാരങ്ങളും അതിന്റെ ഗുണഫലങ്ങളും അനുഭവിക്കാൻ സാധിച്ച പൊതുജനങ്ങളുടെ ആഗ്രഹവും അതുതന്നെയാണെന്ന മീഡിയക്കാരുടെ പോളിംഗ് ഫലങ്ങളും ആ തീരുമാനത്തിന് ആക്കം കൂട്ടി. മന്ത്രിസഭയുടെ തീരുമാനം പിറ്റേ ദിവസം കാലത്ത് തന്നെ ഗവർണറെ അറിയിക്കുവാനുള്ള തീരുമാനവും എടുത്തിട്ടാണ് മന്ത്രിസഭാ യോഗം അന്ന് പിരിഞ്ഞത്. രാത്രി തന്നെ വാർത്താ ചാനലുകൾ ആ വാർത്ത പ്രക്ഷേപണം ചെയ്തപ്പോ ഗസ്റ്റ് ഹൗസിൽ ഇരുന്നു കൊണ്ട് പിറ്റേ ദിവസം ആദിവാസികളെ കാണുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ദേവനോട് സംസാരിക്കുകയായിരുന്നു വിശ്വൻ. സദാനന്ദനും കൂട്ടരും ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ടെന്നും ഹൈക്കോടതിയിലെ പ്രഗത്ഭനായ ശങ്കരൻ നമ്പ്യാരാണ് അവർക്ക് വേണ്ടി ഹാജരാകാൻ പോകുന്നതും എന്ന വാർത്ത ദേവനും അവനോട് പങ്കുവച്ചു. അതെന്തായാലും ആ സദാനന്ദന് ഇനി പാർട്ടിയിൽ ഒരു സ്ഥാനവും ഉണ്ടാകില്ല ദേവ. നീ അയാളെ അത്രയ്ക്കങ്ങ് നിസ്സാരനായി കാണേണ്ട വിശ്വ. ദേവന്റെ ആ മുന്നറിയിപ്പ് വിശ്വൻ ചിരിച്ചു തള്ളി. അയാൾ ഇനി എന്തു ചെയ്യാൻ? നല്ലൊരു പബ്ലിക് പ്രോസിക്യൂട്ടറെ തന്നെ നമുക്ക് അങ്ങ് അറേഞ്ച് ചെയ്യാം. എന്നാലും സൂക്ഷിക്കുന്നതാണ് നല്ലത്. അതിന് മറുപടി പറയാൻ തുടങ്ങുമ്പോഴാണ് വിശ്വന്റെ ഫോണിലേക്ക് ശാരദാമ്മയുടെ കോൾ വന്നത്. എടാ നീ കട്ട് ചെയ്തോ, അമ്മ വിളിക്കുന്നുണ്ട്. ദേവനോട് പറഞ്ഞിട്ട് അവൻ അമ്മയുടെ കോൾ കണക്ട് ചെയ്തു. എന്താ അമ്മയെന്ന് ചോദിക്കാൻ തുടങ്ങും മുന്നേ അങ്ങേ തലക്കൽ നിന്നും വിളിയെത്തി. അച്ഛേ, കിച്ചൂട്ടനാ. ഇവനെങ്ങനെ അമ്മയുടെ ഫോണിൽ എന്ന് ചിന്തിച്ചെങ്കിലും എന്തെന്നില്ലാത്ത സന്തോഷമാണ് ആ സമയം വിശ്വന് തോന്നിയത്. കിച്ചൂട്ടനത് എവിടെയാ? അവനിവിടെ ഉണ്ട്.
ഫോണിൽ നിന്നും അമ്മയുടെ ശബ്ദവും കേട്ടതോടെ അങ്ങേ തലക്കൽ ഫോൺ സ്പീക്കർ മോഡിലാണെന്ന് അവന് മനസ്സിലായി. ഈവനെ വൈകുന്നേരം ഇങ്ങോട്ട് കൊണ്ടുവന്നു. രശ്മികയും ഉണ്ട്. കൊച്ച അവിടെ കിടന്ന് കരച്ചിലായിരുന്നടാ. ഒടിയിൽ വല്ല അസുഖവും വരുത്തി വെക്കുമെന്ന് തോന്നിയപ്പോഴാ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞത്. അമ്മയുടെ വാക്കുകൾക്ക് മുന്നിൽ മറുപടിയൊന്നും പറയാതെ വിശ്വൻ മൗനത്തിലായിരുന്നു. രക്തബന്ധത്തിന്റെ അതിരുകൾക്കും അപ്പുറം സ്നേഹമെന്ന അദൃശ്യമായ നൂലുകൊണ്ട് ആ കുഞ്ഞ് അവന്റെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് കഴിഞ്ഞിരുന്നു. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.